പിന്നെ പെയിന്റ് കാര്യങ്ങളൊക്കെ സെയിം. പിന്നെ ലൈറ്റ് ഒക്കെ നമ്മൾ ചെയ്യാതോ വേറെ ചെയ്യണമല്ലേ? ആ ഒരു ഹോൾഡ് ചെയ്തിട്ടുള്ള ലൈറ്റ് മച്ചിൻ മേരി രണ്ട് ലൈറ്റ് ടേബിളിന്റെ മുകളിലുള്ള അതിന്റെ ലൈറ്റും കൂടി സുഹൃത്തുക്കളെ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. വെൽക്കം ബാക്ക് ടു നൂറിന്റെ ഡാൻസും പാട്ടും കൾച്ചറൽ പരിപാടികളും ഒക്കെ ഉണ്ട്. അപ്പൊ ഇന്ന് ഹായ് പറയും. ഹായ് കുട്ടി. അത് അച്ഛോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഇത് വർക്ക് ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? വർക്ക് ചെയ്യുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇതുവരെ പ്രത്യക്ഷപ്പെടാത്ത ഒരു വ്യക്തിയാണ് ഊറുകുട്ടി. ഊറുകുട്ടീൻ്റെ എൻ്റെ ശരിക്കും പേരെന്താ? നൂറ ഹിബ എന്നെ പേര്. നൂറ എന്നല്ല. എനിക്കറിയില്ല കേട്ടോ. ഞാന് നൂറ കൂറ അങ്ങനെയാണ് ഞാൻ വിചാരിച്ചിരുന്നേ. അപ്പൊ എനിക്ക് ആരാ കൂറാന്ന് പേരിട്ടെ? അനുക്കാക്കി പേരിട്ടെ. ഈ ശരിക്കും അനുക്കാക്കന്റെ ബന്ധം എങ്ങനെയാണ് പറഞ്ഞു കൊടുക്കി? കസിൻ എന്ന് പറയുമ്പോ ഉപ്പച്ചിന്റെ അനിയന്റെ കുട്ടി. അത് ശരി. ഉപ്പച്ചിക്ക് ഇത്ര ചെറിയ അനിയനാ? അപ്പൊ ഈ നല്ല ചെറുതല്ലേ? എനിക്ക് എത്ര സിബ്ലിങ്സ് ഉണ്ട്? രണ്ടുങ്ങളും 3 മക്കളാ? ഓക്കെ. ഇതൊന്നും എനിക്കിതുവരെ അറിയില്ല കേട്ടോ. ഞാനിവിടെ വരാൻ തുടങ്ങിയിട്ട് 3-4 വർഷമായി. പക്ഷെ അന്നൊക്കെ ഉള്ളത് ഭയങ്കര ചെറുതാണ്, ചെറിയ കുട്ടിയാണ്. പക്ഷെ ഇപ്പൊ വലുതായി വൻ ട്രെൻഡി ആയി മാറിയിരിക്കണം. ഇപ്പം മറ്റേ K-pop വേർഷൻ പോലെയൊക്കെ ആയിരിക്കണം. വലിയ സ്വെറ്റ് ഷർട്ടൊക്കെ ഇട്ടിട്ടാണ്, സ്വെറ്റ് ഷർട്ട്, ട്രാക്ക് പാൻസ്, സോക്സും ഷൂസൊക്കെ ഇട്ടിട്ടാണ് ഇപ്പം അപ്പുറത്ത് വീട്ടിലേക്ക് പോലും പോണത്. അപ്പോൾ കുട്ടികളൊക്കെ മാറിയിരിക്കുന്നു. നമ്മൾ മാത്രം പഴയ രീതിയിലേക്ക് പോകും. കുട്ടികളൊക്കെ പുതിയ ഇന്നോവേഷനിലേക്ക് വീഴും. അപ്പോൾ ഇന്ന് നമുക്കൊരു ചെറിയ കുറച്ച് വിശേഷങ്ങൾ ചോദ്യം പറച്ചിൽ കേൾക്കാം. ആരാണ് നൂറ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ഇവിടെ തന്നിരിക്കുന്നു. ഇനി ആരും ഈ ഡൗട്ട് ചോദിക്കരുത്. അനുക്കാക്കന്റെ ഉപ്പച്ചീന്റെ അനിയന്റെ കുട്ടിയാണ് നൂറ. എല്ലാവർക്കും ഡൗട്ട് ക്ലിയർ ആയി വിശ്വസിക്കണം. എനിക്കിപ്പോൾ എത്ര വയസ്സായി? 11. എനിക്ക് അതായത് ഉപ്പച്ചിക്ക് എത്ര ബ്രദേഴ്സ് ഉണ്ട്? എൻ്റെ ഉപ്പ പിന്നെ തോന്നുന്നൊക്കെ. മൊത്തത്തിൽ എത്ര കാക്കമാരുണ്ട്? പറയാൻ പറ്റില്ല. അത്രയധികം ഉണ്ട്. അതായത് ഇങ്ങനെ ഫസ്റ്റ് കസിൻസ് അനുക്കാക്കുണ്ട്, ഈച്ചുണ്ട്, അഫിയുണ്ട്, പിന്നെ അവരെവിടെ? പഞ്ചാബിലാ? അന്തർദേശീയ അന്തർ സംസ്ഥാന ആൾക്കാരുണ്ടല്ലോ എവിടെ? അപ്പോ അറിയാത്തൊരു നോട്ട് ചെയ്തോളി. പക്ഷെ എവിടെ സ്ഥലം നമ്മൾ പറഞ്ഞില്ല, പഞ്ചാബ് എന്ന് മാത്രമേ നമ്മൾ പറയുള്ളൂ. പഞ്ചാബിൽ നമുക്ക് പിടിയുണ്ട്. അപ്പൊ എനിക്കിവിടെ അടുത്ത് കാക്കമാരി വരും 3 ആളുള്ളത്. മറ്റേ നമ്മളെ മറ്റേ ഇവനില്ലേ അൻഷി? ഓക്കെ. അപ്പൊ അൻഷി എന്ത് ഇവിടെ അർഷുവിന്റെ പുതിയ ഫോട്ടോകൾ ഇറങ്ങിക്കൊണ്ടിരിക്കണം. അത് ആരിട്ടതാ? നിമിഷട്ടതാ? ഓക്കെ. നമ്മളിപ്പോ ബേസിക്കലി ഇവിടെ അനാന്റെ വീട്ടിലാണ് കേട്ടോ ഉള്ളത്. നിങ്ങൾ ആലോചിക്കുന്നുണ്ടെങ്കിൽ, കാരണം നമുക്ക് നാളെ വയനാട് ഷോ ഉണ്ട്. വയനാട് ഷോ എന്തായിരുന്നു? യെസ് ഭാരതിന്റെ ഉദ്ഘാടനം പ്രമാണിച്ച് നമ്മൾ ഫുൾ ടീമിന്റെ ഷോ വരുന്നുണ്ട്. അപ്പം നാളെ ഇന്ന് നമ്മൾ സുൽത്താനത്തേക്ക് പോകും. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഞാനൊന്നും എത്തി. അപ്പം നമുക്ക് കൂറേനെ കൈ കിട്ടി. കൂറേനെ വല്ലപ്പോഴേ കൈ കിട്ടാറുള്ളൂ. ഹലോ ഗായ്സ്. അപ്പോൾ ഞങ്ങളും നൂറ് ഇങ്ങനെ പരിചയപ്പെട്ട ഞങ്ങള് ആദ്യമായിട്ടൊരു പരിപാടിക്ക് നൂറിനെ കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. അത് എന്റെ ഫസ്റ്റ് പ്രോഗ്രാമാണ്. രണ്ടാമത്തെ പ്രോഗ്രാമോ? ഞാനുണ്ടോ? അന്ന് നീ
ഉണ്ട് എന്നപ്പോ എനിക്ക് അങ്ങനെ അറിയില്ലേ. ആയിക്കോട്ടെട്ടോ. അങ്ങനെയാണ് നൂറ് കൂടെ വന്ന പരിപാടി പെരുഞ്ചാടേന്നു ഇങ്ങനെ. പക്ഷെ അന്ന് എനിക്ക് കേപ്പിന് ഓർമ്മയില്ല. അന്ന് മറക്കും എല്ലാരും. സെയിമായി. അപ്പൊ അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് നൂറിനെ കാണുന്നത്. അപ്പൊ ഭയങ്കര ചാട, ഭയങ്കര ആറ്റിറ്റ്യൂഡുള്ള ഒരു കുട്ടിയായിരുന്നു. അല്ലട്ടോ, ഞാൻ മടിയണിക്ക്. കാരണം ഇവരെ ആദ്യമായിട്ട് കാണില്ല എല്ലാരും. നമുക്ക് എനിക്ക് മടിയായിട്ടാണേ. പിന്നെ നമ്മള് കമ്പനി ആയില്ലേ, ചങ്ക് ഞങ്കു ആയില്ലേ. നമ്മളെ ബർത്ത്ഡേക്ക് നമ്മള് പരിപാടിക്ക് ഗിഫ്റ്റ് കൊടുത്തിരുന്നല്ലേ. ഇവള് ബർത്ത്ഡേ അടുത്തായിരുന്നു, കുറച്ചു ഞങ്ങൾ പരിചയപ്പെട്ട്. ഞാൻ അടുത്ത ചോദ്യം എന്താ ചോദിക്കാനുള്ളത്? എനിക്ക് ഞങ്ങളെ പരിചയത്തോണ്ട് ബുദ്ധിമുട്ട് സന്തോഷം ഉണ്ടായിട്ടുള്ളൂ. അതുപോലെ സങ്കടം ഉണ്ടെന്നുള്ളു പറയും. എന്ത് ചോദ്യം ചോദിക്കണം? എനിക്ക് ഇതൊരു ബയസ്ഡ് ചോദ്യമാണെന്ന് എനിക്കറിയാം. ഞാൻ ചോദിക്കാൻ പാടില്ലാത്തൊരു ചോദ്യമാണെങ്കിലും ഞാൻ ചോദിക്കുന്നു. Who's your favorite among all three? പറയാൻ പറ്റില്ലല്ലേ? പിന്നെ എന്റെ ഭർത്താവല്ലാണ്ടിനെ എനിക്ക് ഫേവറേറ്റ് പറയാൻ പറ്റൂല. അതിന് പറയണെങ്കിൽ ഒരാള് വേണ്ടേ? മൂന്നാള് വരെയാൻ മതി. ടഫല്ലേ അങ്ങനെ പറയാന്? ശരിയാണ്, ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കാൻ തന്നെ പാടില്ല. എനിക്ക് ചെറുപ്പത്തില് കൂടുതൽ മെമ്മറീസ് ആരായിട്ടാണുള്ളത്? ചെറുപ്പത്തിൽ കൂടുതൽ മെമ്മറീസ് ഏത് കാക്കനായിട്ടാണുള്ളത്? എനിക്ക് കാക്കനായിട്ടാ. എനിക്ക് കൂടുതൽ കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പുറത്തൊന്നും ഉറങ്ങുന്നുണ്ട്, ഇപ്പോഴെ വീട്ടിലിരുന്നെന്ന് പറയാൻ പറ്റൂല. അപ്പൊ ഏറ്റവും കൂടുതൽ മെമ്മറീസ് എന്തൊക്കെ എനിക്ക് ഏറ്റവും ഓർത്തിരിക്കാൻ പറ്റിയ ഏറ്റവും ഫേവറേറ്റ് മെമ്മറി? ഏറ്റവും ഫേവറേറ്റ് മെമ്മറി പെരിന്തൽമണ്ണ പോയതോ? ഈ ഉണ്ടേനല്ലേ? ഈ ഭയങ്കര പ്രൗഡല്ലേ? എല്ലായിടത്തും പോകുമ്പോൾ തന്നെ അറിയില്ല എല്ലാവർക്കും. അത് ഭയങ്കര പ്രൗഡല്ലേ എനിക്ക്. അപ്പം ഇതുവരെ അങ്ങനെ പോയതിലൊക്കെ വെച്ചിട്ട് ഏറ്റവും ഓർമ്മയുള്ള നിമിഷം എന്തെങ്കിലും മൊമെന്റ് ഉണ്ടോ? ഇമോഷണൽ മൊമെന്റ് ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് എപ്പോഴും സങ്കടം ഉണ്ടായിട്ടുണ്ടോ ഇവരൊക്കെ ആയിട്ട്? എപ്പോഴാണ്? ഫസ്റ്റ് ടൈം ദുബായി പോയിട്ടായിരുന്നു. 2 മാസത്തിനായിട്ട് പോയപ്പോ ഞാനില്ല, എയർപോർട്ടിൽ പോയപ്പോ. അപ്പൊ എന്നെ വിളിച്ചപ്പോ എനിക്ക് ഭയങ്കര വിഷമമായി പോയി. അതെപ്പോഴാണ്? കുറെ വർഷം മുന്നേ ആദ്യമായിട്ട് പോയപ്പോ അല്ലേ? 2 മാസത്തിന് ഖത്തറ ദുബായ് എനിക്ക് ഓർമ്മയില്ല. പിന്നെ പിന്നെ ഇപ്പൊ ഫുൾ പോക്കാണ്ട്. ഇപ്പൊ ഇന്ന് കുറ്റന്മാരാണെങ്കിൽ നാളെ തായ്ലാൻഡ് അങ്ങനെയാണ്. അൻകാപ്പൂവിന്റെ കൂടെ എന്നിട്ട് അങ്ങനെ ഉണ്ടല്ലോ സന്തോഷം. അതുണ്ട്. സന്തോഷം ഞാനത് ഓൾറെഡി കുറെ വട്ടം പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു എന്നെ ആക്ച്വലി ഒരു പണ്ടോടെ പരിചയമുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് 7,000 ഫോളോവേഴ്സ് ഉള്ള സമയത്ത് ഞാൻ ഫോളോ ചെയ്തതാണ്. അപ്പൊ അന്നോട്ടേ എനിക്കറിയാം, ഇൻസ്റ്റാഗ്രാം ത്രൂ അറിയാം. പിന്നെ പാട്ടിലൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട്, കമന്റ് ചെയ്യലൊക്കെ ഉണ്ട്. പിന്നെ ഇതേപോലെ എന്നെ ഒരു ക്യാമ്പിന് വിളിച്ചു, ഫസ്റ്റ് ക്യാമ്പിന്. ആ ക്യാമ്പിന് പോയി പരിചയപ്പെട്ട് അന്നാണ് ടീം ഫോം ചെയ്യാനൊക്കെ തുടങ്ങാൻ പോണത്. ആ സമയത്ത് പിന്നെ എനിക്ക് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ആ ഒരു നിമിഷം ഉണ്ടല്ലോ, ആ മെസ്സേജ് വന്ന നിമിഷം 3-4 വർഷം മുമ്പ്, അത് ഞാനൊന്ന് അയവർക്കട്ടെ. ആ നിമിഷം ഞാൻ ഒന്ന് നോക്കട്ടെ ഓൻ എന്താ എനിക്ക് ഫസ്റ്റ് മെസ്സേജ്. ഒരു ഇത് കുളിർമ വരുന്ന മെസ്സേജ് എനിക്ക് എന്തെങ്കിലും സംഭവത്തിനേക്കാൾ വിളിക്കണേ. കാരണം രണ്ടിൽ പോവാ ഞാൻ എയർപോർട്ട് മെസ്സേജുകൾ തിരിച്ചു നോക്കട്ടെ എന്നാണ് എനിക്ക് ആദ്യം മെസ്സേജ് അയച്ചത്. ഞാൻ എനിക്ക് ഓന് ഫസ്റ്റ് മെസ്സേജ് അയച്ചത് നോക്കുമായിരുന്നു. ഹനാന് ഞാൻ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ പറയും കേട്ടോ. പിന്നെ പറഞ്ഞു ഈ ഇവന്റ്സ് എടുക്കലുണ്ടോ?
ഇതെപ്പോഴാ 2023 അതിന് മുന്നേ മെസ്സേജ് അയച്ചിട്ടുണ്ട്, അറിയാം ഇങ്ങനെ. എനിക്ക് പ്രൈസിങ് ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞു തരുമോ? ഇവൻസ് വരാണെങ്കിൽ ഞാൻ എന്തായാലും സെറ്റാക്കി തരണ്ടേ? ആ അപ്പൊ ഞാൻ എന്ത് പറയാനാ, ഞാൻ പ്രൈസിങ് ഡീറ്റെയിൽസോ എന്ന് ഞാൻ ചോദിച്ചു. കാരണം നമ്മളാ സമയത്ത് പ്രൈസ് ഒന്നും ഇല്ലല്ലോ, നമ്മള് അവസരം കിട്ടുക എന്നുള്ളതല്ലേ എവിടെയെങ്കിലും കയറി പാടാനായിട്ട്. അപ്പൊ അവൻ ആ പ്രൈസിങ് ഡീറ്റെയിൽസ്. അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞു, അവൻ പറഞ്ഞു ഈ കൊല്ലമായോണ്ടാണ്, ഇല്ലെങ്കിൽ ഞാൻ കൂട്ടുമായിരുന്നു, കാരണം ഇവിടെയൊക്കെ നല്ല ഇവന്റ്സ് ഉണ്ട്, അവിടെ നിന്ന് എനിക്ക് വരാൻ റിസ്ക് ആവൂലേ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കൊരു റിസ്കും ഇല്ല, ഞാൻ എവിടുന്നായാലും വരും. പിന്നെ ഓന് പറഞ്ഞു കുഴപ്പമില്ല, നമുക്ക് സെറ്റാക്കാം. ഉമ്മനായിട്ടായിരുന്നു ഇങ്ങോട്ട് വരുന്നത്, എനിക്ക് ഓർമ്മയില്ല, എപ്പോഴും എൻ്റെ ഉമ്മ വരുമായിരുന്നു, ഹോം ഇസ് എ സേഫ് പ്ലേസ്, എൻ്റെ അപ്പാണെങ്കിലും വരാം. അങ്ങനെയൊക്കെയാണ് പതുക്കെ. അന്ന് എന്നോട് മെയിനായിട്ടൊരു കാര്യം പറഞ്ഞു കേട്ടോ, ലൈക്ക് മോർ ദൻ ടാലൻറ്റ്, ഞാൻ ഒരാളുടെ ക്യാരക്ടറാണ് നോക്കുക. അത് എനിക്ക് ആലോചിക്കാൻ, എനിക്ക് ഈ ക്വസ്റ്റ്യൻ വന്നപ്പോഴാട്ടോ ഞാൻ ഇതിലേക്ക് പോയത്. അപ്പോൾ മാഷാഅല്ലാ എപ്പോഴും വളരെ 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 ഗ്രേറ്റ്ഫുള്ളാണ് ഞാൻ ഈ ഒരു നിമിഷം കൊണ്ടിരിക്കുന്നതിൽ. കാരണം ഞാനിപ്പോൾ എത്ര പാടുന്ന ഒരാളാണെങ്കിലും, ഇത്രയും പാടിയാലും പാടിയില്ലെങ്കിൽ എന്നെ 10 പേര് അറിയണത്, അത് ഇനിയിപ്പോൾ എത്ര കാലമായാലും ഞാൻ അത് തന്നെ പറയുള്ളൂ, ഓനുള്ളതുകൊണ്ടാണ്. അത് ഇത്രയും ഔട്ട് ഓഫ് എവ്രിബഡി, ഔട്ട് ഓഫ് ഓൾ ദി പീപ്പിൾ എനിക്ക് ആ ഒരു അവസരം കിട്ടിയതിൽ ഞാൻ എപ്പോഴും ഗ്രേറ്റ്ഫുള്ളാണ്. അല്ലാതെ ഇനി എന്ത് സംഭവിച്ചാലും അതിനൊരു മാറ്റം ഉണ്ടാവില്ല, എപ്പോഴും ഗ്രേറ്റ്ഫുള്ളാണ്. ചില സമയത്ത് എനിക്ക് സങ്കടം എന്ന് വെച്ചാൽ ഞാനിങ്ങനെ ഒറ്റയ്ക്കിരുന്ന് സോൺഡ് ഔട്ട് ആവുന്ന മൊമെൻറ്റ്സ് ഉണ്ട് കേട്ടോ. എനിക്കിഷ്ടമാണ് അങ്ങനെ ഒന്ന് ആലോചിക്കാനൊക്കെ. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇതിൽ പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ, എനിക്ക് ഇമോഷണൽ പാട്ടുകൾ കേൾക്കാനും സങ്കടം വരെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ തന്നെ ഇരുന്നിട്ട് ഇങ്ങനെ കേൾക്കും. അപ്പോൾ എനിക്കിപ്പോൾ കിട്ടുന്ന ആ ഒരു ആൾക്കാരെ തിരിച്ചറിയുന്നതും, ആൾക്കാർ ഫാത്തിമ ആനാൻ്റെ കൂടെയുള്ളതെന്ന് പറഞ്ഞാൽ ഇന്ന ആൾക്കാരൊക്കെ അറിയുള്ളൂ. അപ്പോൾ ഞാൻ എത്ര പാടുന്ന ആളാണെങ്കിൽ പോലും, അപ്പം എനിക്ക് ഓനിങ്ങനെ ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം വരും. സങ്കടം വരുന്നത് സന്തോഷം കൊണ്ടുള്ള സന്തോഷമാണ്. അതെ നമ്മൾ നമ്മളെ കൂട്ടത്തിലുള്ള എല്ലാവരും തന്നെ. അപ്പോൾ എന്ന് വെച്ചാൽ ഞാനൊന്ന് മാറിയാൽ ഒന്ന് കയറാൻ ഒരുപാട് ആൾക്കാർ നിൽപ്പുണ്ട്, ഇഷ്ടംപോലെ ആൾക്കാർ ഡെയിലി ചോദിക്കുന്നുണ്ട് വന്നോട്ടെ പാടിക്കോട്ടെ. അപ്പോൾ ഒക്കെ ഓൻ പറയുന്ന കാര്യമില്ല, നമ്മളൊപ്പം ഫാത്തിമയുണ്ട്, ഓളായിട്ട് പോകുന്നത് വരെ ഓളിലുണ്ടാവും, എനിക്ക് അതൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് ഓൻ പറയണ കേൾക്കുമ്പോൾ തന്നെ എനിക്ക് സങ്കടം വരും. സങ്കടമല്ല, സന്തോഷം കൊണ്ടുള്ള സന്തോഷമാണ്. എപ്പോഴും ഞാൻ ഗ്രേറ്റ്ഫുൾ ആണ്. വയസ്സിൽ എന്നെക്കാളും ചെറുതാണ്, 1 വയസ്സ്. പക്ഷേ എനിക്കത് അതുപോലെ ഞാൻ എന്നെക്കാളും 1 വയസ്സാണ് ഇളയതാണ്. പക്ഷേ എന്താ പറയുക, പക്ഷേ ഞാൻ എപ്പോഴും എൻ്റെ ഒരു മെൻറ്ററിനെ പോലെ, ഓൻ കറക്റ്റായിട്ട് നമുക്ക് കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം തരും എല്ലാ കാര്യത്തിലും. ഇന്നത് ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യും. ഇപ്പം നമ്മളൊരു യൂസർ നെയിം ആയപ്പോലും ഞാൻ എൻ്റെ യൂസർ നെയിം വളർന്നതായിരുന്നു, അതിലേക്ക് മാറ്റി പറഞ്ഞിട്ടാണ്. എന്നാലും നമ്മളെ അറിയുള്ളൂ ആർട്ടിസ്റ്റായിട്ട് ആൾക്കാർ. അങ്ങനെ എല്ലാം നമുക്ക് എല്ലാവർക്കും എല്ലാം ഇങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട് പറഞ്ഞൊക്കെ തരും. അപ്പം ഒരു എന്തോ വയസ്സിൽ ചെറുപ്പം ഒരു മെൻറ്ററായിട്ട് ഞാൻ കാണും. എന്താ പറയുക, അങ്ങനെ കുറേ പറയാനുണ്ട്. അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ. പിന്നെ ഡാൻസ് കളിക്കില്ലേ? ഡാൻസ് കളിക്കും. പിന്നെ ഇപ്പൊ ഒരു ഡാൻസ് കളിക്കുമോ? ക്ലാസ് ക്യാപ്റ്റൻ, സ്കൂൾ ക്യാപ്റ്റനാ, സ്പോർട്സ് ക്യാപ്റ്റൻ. ഒരു ക്യാപ്റ്റന്റെ മുന്നിലാണ് ഞാൻ ഇരിക്കണത്. സിംഗറിന്റെ മുമ്പിലാണ് ഞാൻ ഇരിക്കുന്നത്. ക്യാപ്റ്റന്റെ അത്രയും വരൂലല്ലോ. സ്കൂളിന്റെ ക്യാപ്റ്റൻ ആണെന്നൊക്കെ പറഞ്ഞ ചില്ലറ കാര്യം. വാഗ്ദാനം ചെയ്ത് കുടുങ്ങി. വാഗ്ദാനം ചെയ്ത് ഞാൻ സ്കൂളിലേക്ക് എത്തിക്കുന്നതേ. ആണോ? അങ്ങനെ സ്കൂളിലെ ക്യാപ്റ്റനായി മാറി. പക്ഷെ അനാൻഷ ഇതുവരെ പോയില്ല. ഒരു വട്ടം വന്നിന് എന്നെ കൊണ്ടാക്കാൻ. പക്ഷെ ഈ ഭയങ്കര പ്രൗഡല്ലേ അപ്പൊ കൊണ്ടാക്കാനൊക്കെ വരുമ്പോ? എന്റെ കാക്കു കേരളം ഒട്ടാക്കി അറിയപ്പെടുന്ന എന്റെ കാക്കുവാണ് എന്നെ കൊണ്ടാക്കാൻ വന്നിക്കണത്. അങ്ങനെയല്ല ആ മോഡല്ലേ ഈ ആൾക്കാർ പിള്ളേർക്ക് ചോദിക്കോ എന്നോട് എനിക്ക് ആൾക്കാരുടെ വിശേഷങ്ങളൊക്കെ? ഫ്രണ്ട്സൊക്കെ ചോദിക്കോ? എന്താ ചോദിക്കല്? ഓൾക്ക് കാണണമെന്ന് മനസ്സിലാവും, കൊറേ കാലം കാണുന്നതല്ലേ. അപ്പൊ അങ്ങനെയാണ് എന്നെ ക്യാപ്റ്റൻ ആക്കിയതല്ലേ? വോട്ടും കിട്ടണ്ടേ? ശരി, എന്ന പേരിൽ എനിക്ക് വോട്ട് കിട്ടി, ഈ ക്യാപ്റ്റനായി. ഇനിയിപ്പോ എപ്പോഴാ കൊണ്ടുപോകാൻ പ്ലാൻ?
എന്നോട് പറഞ്ഞ നവംബർ 15 ശേഷം ഫ്രീ ആയിരിക്കാം. ഫ്രീ ആയേക്കാം, പക്ഷെ എനിക്ക് തോന്നുന്നില്ല. ഫാത്തിമേ സംഭവം നൂറിന്റെ ഇന്റർവ്യൂ എടുക്കാൻ വിളിച്ചാട്ടോ. അവസാനം എന്തായി, നൂറ ഫാത്തിമിന്റെ ഇന്റർവ്യൂ എടുത്തു. ഫാത്തിമ എങ്ങനെ ഫീൽഡിലെത്തിയേ, ഫാത്തിമയുടെ 100 വട്ടം വ്ളോഗിൽ പറയുകയും ചെയ്തിരിക്കണം എങ്ങനെ വന്നതൊക്കെ. അതിന്റെ ഇടയിൽ കൈ കുത്തി. എന്തായാലും നീ ഒരു നല്ല ഇന്റർവ്യൂവർ ആണ്, സന്തോഷമുണ്ട്. കൈ പോയി ഞാൻ കൊടുക്കും. MacBook-ഓ? എന്താ ഡ്രസ് കോഡ്? വീണുണ്ടല്ലോ. ഒക്കെ കിട്ടിട്ടോ പോരുന്നത്. അതിന്റെ കാലിന് പൊടിയാ കൊടുത്തു. तेरे हुस्न पे मर्दे सीरो की करे सजना वो हाँ तेरे ही झोल के नच दे सारे तेरे प्यार जो करिए के गुण वो सजना क्या वाको വേറെ പാട്ട് മക്ക് എന്നാ മക്കോ എന്ത് അൺബോക്സിംഗ് ഈ കോറിയിലായിരുന്നു. ഞാനേ ഞാൻ ബാംഗ്ലൂർ വരെ ബസ് ഇറങ്ങി. ബാംഗ്ലൂർക്ക് ബസ് ഡിലേ, പിന്നെ എല്ലാം കൂടി 1 മണി താമരശ്ശേരി. നമുക്കിനി 17-ാം തീയതി 20-ാം തീയതി പ്രോഗ്രാമുകൾ ഇപ്പം വന്നത്. ഒരു സംഭവം കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇത് ബോയിൻ്റെ തന്നെ കിട്ടണം, ബട്ട് ദിസ് ഈസ് ഫ്രം ഗേൾ. See you all in my next vlog. നിങ്ങൾക്ക് ഇനി കൂറയോട് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ ചോദിക്കൂ. ഭാവിയിൽ കാണുകയാണെങ്കിൽ ഭാവിയിൽ കാണാണ്ട് പിന്നെന്താ, അത് നമ്മൾ പാർട്ട് 2 ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പാർട്ട് 2 ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. See you all in my next vlog. Until then, പട്ടു until then അതുവരേക്കും കാത്തിരിക്കുക. ഞാൻ കേൾക്കണേ. Until then, like, share, comment, subscribe. അടുത്ത വീഡിയോ കാണാം. ബൈ.